ആനിലിമൂട്ടിൽ ഫാമിലി അസോസിയേഷന്റെ 12ാമത് വാർഷികവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. സംഗമത്തിന്റെ ഉദ്ഘാടനം വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിച്ചു. ആലുവ പ്രദേശത്ത് എടത്തല ഉൾപ്പെടെ വിവിധ ഗ്രാമപഞ്ചായത്തുകളിലായി താമസിക്കുന്ന 160ഓളം കുടുംബങ്ങൾ അടങ്ങുന്ന ആനിലിമൂട്ടിൽ ഫാമിലി അസോസിയേഷന്റെ 12ാമത് വാർഷികവും കുടുംബസംഗമവും നടത്തി. ആഘോഷങ്ങളുടെ ഉദ്ഘാടനം വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിച്ചു. നമ്മുടെ ഇന്നത്തെ കാലത്ത് മിക്കവാറും ആളുകൾ ഇന്നിൽ മാത്രം ജീവിക്കുന്നവരാണ്. ഇന്നലെ എന്തായിരുന്നു, എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ആയത്, അത് ആരും അധികം ചിന്തിക്കുന്നില്ല. ഇപ്പോൾ ആഞ്ഞിലിമൂട്ടിൽ കുടുംബത്തിൽ തന്നെ സാമൂഹികമായി സംഭാവന ചെയ്തിട്ടുള്ള പഴയ ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളത് ഓർത്തെടുത്ത് ഈ പുതിയ കുഞ്ഞുങ്ങളിലേക്ക്, പുതിയ തലമുറയിലേക്ക് അത്തരം ചരിത്രം കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട്. ഇപ്പോൾ കലാമത്സരങ്ങൾ, കായിക മത്സരങ്ങൾ, ഒപ്പം തന്നെ നമ്മളൊക്കെ എങ്ങനെയാണ് ഈ രൂപത്തിലേക്ക് നാടും ഒക്കെ മാറിയത് എന്ന ഒരു ചരിത്ര ബോധം കൂടി പകർന്നു നൽകാൻ കൂട്ടായ്മകൾക്ക് കഴിയട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് എന്നെ ക്ഷണിച്ചതിന് നന്ദി രേഖപ്പെടുത്തി നിങ്ങൾ ഈ വാർഷിക ആഘോഷവും കുടുംബസംഗമവും ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സാമൂഹികമായ സംഭാവനകൾ നൽകിയ പൂർവികരായ കുടുംബാംഗങ്ങളുടെ ചരിത്രങ്ങൾ മനസ്സിലാക്കി അത് പുതിയ തലമുറയിലേക്ക് പകർന്നു നൽകാൻ കുടുംബസംഗമങ്ങളിലൂടെ കഴിയണമെന്നും മന്ത്രി പറഞ്ഞു. എടത്തല രാജീവ് ഗാന്ധി സഹകരണ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ അസോസിയേഷൻ പ്രസിഡന്റ് എച്ച് അബ്ദുൽ സലാം അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കുടുംബാംഗങ്ങളിലെ മുതിർന്ന അംഗത്തെ മന്ത്രി ആദരിക്കുകയും അസോസിയേഷൻ സംഘടിപ്പിച്ച ഫുട്ബോൾ മത്സരത്തിൽ വിജയിച്ച ടീമിനുള്ള സമ്മാന വിതരണവും മന്ത്രി നിർവഹിച്ചു. സംസ്ഥാന അറബി ക്വിസ് മത്സരത്തിലും മറ്റു വിവിധ പരീക്ഷകളിലും ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ അവാർഡ് വിതരണവും അൻവർ സാദത്ത് MLA നിർവഹിച്ചു. എവിടെ നമ്മുടെ കൂട്ടുകുടുംബങ്ങളൊക്കെ എവിടെയൊക്കെ നഷ്ടപ്പെട്ടാൽ നമുക്ക് തോന്നാറുണ്ട്, അയൽവക്ക ബന്ധങ്ങൾ. കാരണം നമുക്കറിയാം, ഇന്ന് എല്ലാവരും ഒരു സങ്കുചിത മനോഭാവത്തിലേക്ക് പോകുകയാണ്, അണുകുടുംബങ്ങളായി മാറുകയാണ്. അതാണ് ഏറ്റവും വലിയ പ്രോബ്ലം. കൂട്ടുകുടുംബ ബന്ധങ്ങൾ കൂട്ടിയുറപ്പിക്കാനോ ആ ബന്ധങ്ങൾ നിലനിർത്തി പോകാനോ നമ്മൾ ഒരുപക്ഷെ നമ്മുടെ ഓട്ടത്തിന്റെയും ജീവിക്കാനുള്ള ഓട്ടപ്പാച്ചലിന്റെ ഇടക്കായിരിക്കുന്നതൊക്കെ നമുക്ക് വിട്ടുപോകുന്നത്. പക്ഷെ അത് പോരാ. ഇങ്ങനെ ഒരുമിച്ച് കൂടി പരസ്പരം കുറെ ഇരുന്ന് ആ സൗഹൃദങ്ങളും സ്നേഹങ്ങളും കൂട്ടുകുടുംബ ബന്ധങ്ങളും നമുക്ക് കൂട്ടിയുറപ്പി. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അസറ്റ് എന്ന് വെച്ചാൽ പരസ്പര ബന്ധങ്ങളാണ് അവന്റെ ഏറ്റവും വലിയ അസറ്റ്. അപ്പൊ ആ ബന്ധങ്ങൾ നമ്മൾക്ക് പുതുക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം. സെക്രട്ടറി A അഷ്റഫ് കഴിഞ്ഞ വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ റിയാസ് ഫസാൻ വരവ് ചിലവ് കണക്കും അവതരിപ്പിക്കുകയുമുണ്ടായി. മുൻ പ്രസിഡന്റ് അബു സാലി, എടത്തല ഗ്രാമപഞ്ചായത്ത് അംഗം ASK ബഷീർ, A മഹീൻ, അബ്ദുൽ കരീം, അബ്ദുൾ റഷീദ് പ്ലാസ എന്നിവർ സംസാരിച്ചു. മുഹമ്മദ് അസ്ലം പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. കുടുംബാംഗങ്ങളുടെയും കുട്ടികളുടെയും നേതൃത്വത്തിൽ വിവിധ കലാകായിക പരിപാടികളും സംഘടിപ്പിച്ചു. തുടർന്ന് വിപുലമായ സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ആലുവ. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.